കേരളത്തെപ്പറ്റി നമുക്കെല്ലാം വളരെ അഭിമാനമുണ്ട്. പക്ഷേ നമ്മളെക്കാളേറെ അഭിമാനിക്കുന്നത് ഇന്ന് ബുദ്ധനായിരിക്കും, സാക്ഷാൽ ഗൗതമ ബുദ്ധ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് എൻലൈറ്റൻമെന്റ് ഉണ്ടായത്, അതായത് ബോധോദയം. അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അപ്പോൾ അജ്ഞത മാറിക്കിട്ടി, പെട്ടെന്ന് വിവരങ്ങളെല്ലാം വെച്ചു എന്നുള്ളതാണ്. ബുദ്ധൻ ഒരിക്കൽ മാത്രം അതുണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കും ന്യൂസ് മീഡിയയ്ക്കും TV ചാനലിനും നേതാക്കൾക്കുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധോദയം ഉണ്ടാവും, പല പ്രാവശ്യം. ഇപ്പോൾ ലേറ്റസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചു, പുക വന്നു. പെട്ടെന്ന് എല്ലാവരും നോക്കിയപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ എമർജൻസി എക്സിറ്റ് അടച്ചിട്ടിരിക്കുന്നു, ചങ്ങല വെച്ച് അടച്ചിട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാനുള്ള വഴിയിൽ എന്തൊക്കെയോ പല സാധനങ്ങളുള്ള കാരണം വഴി തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തീപിടുത്തം ഉണ്ടായതിന് 5 മിനിറ്റ് മുമ്പുണ്ടായ കാര്യങ്ങളല്ല. ഇതെല്ലാം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അവിടെ കിടക്കുന്നതാണ്. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല. ബോധോദയം വന്നിട്ടില്ല. ഒരു പുക വന്നപ്പോൾ പെട്ടെന്ന് ബോധോദയം വന്ന് ഇതെല്ലാം കണ്ടുപിടിച്ചു. ആര്? രാഷ്ട്രീയ നേതാക്കളും TV ചാനലുകാരും സാമൂഹ്യ പ്രവർത്തകരും പത്രക്കാരും എല്ലാവരും കണ്ടുപിടിച്ചു. ഇത് മെഡിക്കൽ കോളേജിൽ ഒരു പുകയുടെ കാര്യം. ഇനി എവിടെയെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പ് ആരുടെങ്കിലും തലയിൽ വീണ് അയാൾ മരിച്ചാൽ ഓടി നടന്ന് കേടായ കൊമ്പുകൾ മുറിച്ചു മാറ്റും ഒരാഴ്ചത്തേക്ക്. ഫുട്പാത്തിൽ ഒരു സ്ലാബ് ഇളകി കിടന്നാൽ ആരെങ്കിലും അതിൽ കാല് തെറ്റി വീണ് കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന് ഫുട്പാത്ത് റിപ്പയർ ചെയ്യാം ഒരാഴ്ചത്തേക്ക്. ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടാൽ ടൂറിസ്റ്റ് ബസ്സിന് വെള്ള പെയിന്റ് അടിച്ചാൽ അപകടം ഉണ്ടാവില്ല എന്ന ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് ബോധോദയം കൊണ്ട് ഉണ്ടാകും. സ്കൂളിൽ കുട്ടിയെ പാമ്പ് കടിച്ചാൽ ഓടി നടന്ന് സ്കൂളിലെ കാട് വെട്ടുക ഒരാഴ്ചത്തേക്ക്. ഏതെങ്കിലും പട്ടിയോ പേപ്പട്ടിയോ ഒരു കുട്ടിയെ കടിച്ചാൽ ഒരാഴ്ചത്തേക്ക് ഓടി നടന്ന് പട്ടിപിടുത്തമാണ്. അതോടെ ആ ബോധോദയം തീർന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ ചർച്ചകൾ, സമരം, സിന്ദാബാദ്, ഉദ്ഘാടന ചടങ്ങുകൾ, ആശംസാ പ്രസംഗം, നന്ദി പ്രസംഗം എന്നിങ്ങനെ ചടങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലായിട്ട് നടന്ന് അടുത്തൊരു പുക വരുന്നത് വരെ, അല്ലെങ്കിൽ അടുത്തൊരു മരക്കൊമ്പ് വീഴുന്നത് വരെ നമ്മളിങ്ങനെ അജ്ഞതയിൽ നിൽക്കുകയും അത് സംഭവിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എൻലൈറ്റൻമെന്റ് ആവും, എല്ലാവരും ബുദ്ധിമാന്മാരാവും. പെട്ടെന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അവരായിരുന്നു, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, ഇതൊക്കെ നേരത്തെ അറിയേണ്ട, എന്ത് വിഡ്ഢിത്തമാണ്. എന്നാൽ ഈ വിഡ്ഢിത്തമൊക്കെ ഇത്രയും നാളായിട്ട് അവിടെ ഉള്ളതാണ്. അത് മുൻകൂട്ടി കാണുവാനോ അതിന് പരിഹാരം തേടുവാനോ ഒരു മനുഷ്യനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും വിഷമമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ സമാധാനിക്കാം. മൺമറഞ്ഞ ഗൗതമ ബുദ്ധ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് കേരളത്തെ പറ്റിയും മലയാളികളെ പറ്റിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ മാത്രം ബോധോദയം ഉണ്ടായപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധോദയം ഉണ്ടാകുന്ന സംഭവങ്ങളും ബോധോദയം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം.